ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ ഒരു ഐസ്ക്രീമിൻ്റെ കപ്പ് ആയിട്ടാണ്. ഇത് 1 ലിറ്ററിൻ്റെ കപ്പാണ്, 1 ലിറ്റർ ഐസ്ക്രീമിൻ്റെ കപ്പാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു പ്ലാന്റൊക്കെ കുഴിച്ചിടാൻ അത്യാവശ്യം ഒരു സൈസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിനൊരു ഇൻഡോർ പോട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ലിഡ് ലോക്ക് ചെയ്യുന്ന ഭാഗം, അവിടെയൊക്കെ അതിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ എത്ര നമ്മൾ ഡെക്കറേറ്റ് ചെയ്താലും ഇനി അത്ര നമ്മൾ കവർ ചെയ്താലും അത് പെട്ടെന്നൊരു ആൾക്ക് ഈ ഐസ്ക്രീമിൻ്റെ ബോട്ടിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരാൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് എന്താണ് റിയൽ തിങ് എന്താണെന്നുള്ളത് ഹൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇതാ ഒരു അബദ്ധം പറ്റി, അതിൻ്റെ വക്ക് കുറച്ച് മുറിഞ്ഞു പോയി. അപ്പോൾ ഞാനത് ഇങ്ങനെ ആ ലെവലിൽ കട്ട് ചെയ്തിട്ട് അത് റെഡിയാക്കി കേട്ടോ. നമ്മളെ ബോട്ടിൽ ഒഴിവാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് മുറിഞ്ഞു പോയ ഭാഗത്തിന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ലെവലായത് റെഡിയാക്കി. ഇനി ഇതിന് ഞാൻ ബേസ് കോട്ട് കൊടുക്കാൻ പോവാണ്. ബേസായിട്ട് ഞാൻ എല്ലാ ബോട്ടിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വാൾ പ്രൈമർ ഉണ്ടല്ലോ, വാൾ പ്രൈമർ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബ്രഷ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി. പക്ഷേ അപ്പോൾ അതിൽ നല്ല സ്ട്രോക്ക് ഇങ്ങനെ നന്നായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല അടിയത്തെ കളർ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണാം, ആ ബ്രഷിൻ്റെ സ്ട്രോക്ക് വരുന്ന ഭാഗത്തൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും സ്പോഞ്ച് വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിത് 2 കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കോട്ട് സ്പോഞ്ച് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രൈമർ. എന്നിട്ട് ഞാൻ നമ്മുടെ ഔട്ട്ലൈനർ ഉണ്ടല്ലോ, നമ്മുടെ 3D ലൈനർ, നമ്മൾ ഗ്ലിറ്റർ ലൈനർ, അങ്ങനെ പല പേരിലും അത് അറിയപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ ആ ലൈനർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് വൈറ്റ് 3D ലൈനർ എൻ്റെ കയ്യിൽ ഒരുപാട് കാലമായിട്ട് അവിടെ നിൽക്കുന്നത്, ഞാൻ അധികം അത് യൂസ് ചെയ്യാറില്ല. അപ്പം അത് ഉണ്ടായപ്പോൾ ഞാൻ അത് വെച്ച് ചെയ്തെന്നുള്ളൂ. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ നമ്മൾ വയറിൻ്റെ ഇതും ഒക്കെ ആയിട്ട് നമുക്ക് വരയ്ക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹോട്ട് ഗ്ലൂ ആയാലും മതി, നമുക്ക് ആ ഒരു എഫക്റ്റ് അവിടെ കിട്ടിയാൽ മതി, അത് പൊന്തി നിൽക്കുന്ന ഒരു എഫക്റ്റ് അവിടെ കിട്ടിയാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലീഫ് പോലത്തെ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫ് പോലത്തെ ഒക്കെ ഒരു ഡിസൈന് ബോട്ടിൽ മൊത്തമായിട്ട് ഞാൻ വരച്ചെടുക്കണം. ഒന്ന് മേലെ നിന്നും ഒന്ന് താഴ്ന്നുമായിട്ട് കേട്ടോ വരച്ചത്. ഇനി നമ്മുടെ ഗ്ലിറ്റർ കളർ, നമ്മുടെ പേൾ മെറ്റാലിക് കളേഴ്സിൽ സിൽവർ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ബോട്ടിൽ മൊത്തമായിട്ട് ഞാനൊന്ന് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടിയില്ലേ. ഇനി നമ്മളിതിൻ്റെ മേലെ വേറെ കൂട്ട് കൊടുക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ ആ ഒരു ഇതിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പൊക്കെ വരുമ്പോൾ അവിടെ ഒരു ഗ്ലേസിങ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ സിൽവർ കളർ ചെയ്തത്. എന്നിട്ട് ഇത് പേൾ മെറ്റാലിക് റസ്റ്റ് കളറാട്ടോ. അത് വെച്ചിട്ട് ആ ലീഫിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ഡാർക്കായിട്ട് ഞാൻ വിരൽ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്ത്. ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര തിക്കായിപ്പോവും. അപ്പോൾ അത്ര ഡാർക്ക്നെസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ലീഫിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ഡാർക്കായിട്ടും അതിൻ്റെ പുറത്തൊക്കെ കുറച്ച് ലൈറ്റായിട്ടുമാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ പുറത്ത് ലൈറ്റായിട്ട് കൊടുത്തപ്പോൾ ലീഫ് സെയിം ആയ പോലെ തോന്നി. അപ്പം ലീഫിന് ഒന്നുകൂടി വിരൽ വെച്ചിട്ട് രണ്ടാമത് ലീഫിൻ്റെ ഉള്ളിൽ മാത്രം അങ്ങനെ ഒന്നുകൂടി ഡബിൾ കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബോട്ടിൽ മൊത്തം ഒരു വേറെ ലുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസോ ഫ്ലവേഴ്സോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നന്നായിട്ട് ഉണക്കിയെടുത്ത് ഇനി അതിലേക്ക് നേരെ പ്ലാന്റ് ഇൻസേർട്ട് ചെയ്യാൻ പോകണം. എൻ്റെ അടുത്തൊരു പോട്ട് ഉണ്ടായിരുന്നത് കറക്റ്റാണ്. അതിൻ്റെ വക്കുഭാഗം മാത്രം ബ്ലാക്ക് കളർ കുറച്ച് മേലെ കാണുന്നുണ്ട്. അപ്പം ഞാനതിൽ മേൽഭാഗം വേണമെങ്കിൽ റസ്റ്റ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും വലിയ ബോറൊന്നുമില്ല, എന്നാൽ ആ റസ്റ്റ് കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയിടും. അല്ലെങ്കിൽ ഒരു ലേസ് എന്തെങ്കിലും വെച്ച് ഞാൻ കെട്ടിക്കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ നേരെ എൻ്റെ സ്റ്റഡി ടേബിളിൽ തന്നെ ഞാൻ കൊണ്ടുവെക്കാൻ പോവാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മളൊരു ഐസ്ക്രീം പോട്ടിനെ ഒരു ഇൻഡോർ പോട്ടാക്കി മാറ്റി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.